സമൃദ്ധിയുള്ള ഒരാളാകുവാൻ നിങ്ങളുടെ ഉള്ളിലെ ബ്ലൂ പ്രിന്റ് അത് സ്യൂട്ട് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര പരിശ്രമിച്ചാലും ശരി, ആ പരിശ്രമമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വെറും പാഴ്വേലയായിട്ട് അവസാനിക്കും. ഒരിക്കലും അതുകൊണ്ടൊരു പരിപൂർണ റിസൾട്ട് കിട്ടും. ഉള്ളിൽ നടക്കുന്ന ഈ ഒരു സംഭവം മാറ്റിയിട്ട് അത് വർക്ക് ചെയ്യാൻ യാതൊരുവിധ സാധ്യതയും. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അഷ്റഫ് സാറെ തുടങ്ങുക? ഇവിടെ ഈ മന്തിക്കട അടിപൊളിയായിട്ട് തുടങ്ങും. അപ്പൊ ഇവൻ വിചാരിക്കും ഇതിപ്പോ എന്റെ ബിസിനസിന്റെ തകരാറായി വരും. എന്നാൽ അതേ മന്തിക്കട വേറൊരുത്തിന് അവിടെ തുടങ്ങിയാൽ അതിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ മന്തിക്കടയുടെ സംഭവമല്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഇന്ത്യയുടെ അപ്പൊ ഈ അകത്തുള്ള ഈ കോൺഫ്ലിക്റ്റിന് നമുക്ക് തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് മാറ്റുവാൻ സാധിച്ചാൽ, ഇന്ന് നിങ്ങൾക്ക് അത് മാറി, നിങ്ങൾ പോകുന്നത് ഉറപ്പാ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലെല്ലാവർക്കും സന്തോഷം ഉണ്ടാവും, പണത്തെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ മാറും. പക്ഷെ ഇന്ന് ഒരു ദിവസം അതുണ്ടായാൽ മതിയോ സാറേ? ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ഞാൻ പറയും പോലെ ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്ക് ഇപ്പോ ഉള്ള ചില സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ വിട്ടുപോകും. ഇപ്പൊ ഉള്ള ചില സുഹൃത്തുക്കൾ നമ്മൾ വിട്ടുപോകും. പകരം ആര് വരും? പുതിയ നല്ല സുഹൃത്തുക്കൾ വരും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യലി നിങ്ങളുടെ അവസ്ഥ ആരുടേതിന് സമാനമാണ്? നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണോ അവരുടെ സമ്പത്തി ആർക്കുള്ളൂ സർ? നിങ്ങൾ അടുത്ത് വരുന്നവരൊക്കെ ആരാണ്? നിങ്ങളുടെ വൈബ് അനുസരിച്ച് ആൾ മാത്രമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇഫ് യു ആർ റെഡി ടു ഫോളോ മീ മിനിമം 3 months, ഐ ക്യാൻ ഗ്യാരണ്ടി യു ഒരുപാട് നമ്മുടെ പഴയ ആൾക്കാർ, നമ്മുടെ ചുറ്റിപ്പരി നിന്നിരുന്ന പല ആളുകളും ഡിസ്കംഫർട്ടോ. ഷിബു സാറെ, നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? അതായത് സാർ ഇപ്പോൾ ട്രഷറിൽ പങ്കെടുത്ത ആളാണ്. ട്രഷറിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള ഷിബു സാറും ഇപ്പോൾ ഷിബു സാറും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാറിയില്ലേ? എസോർണോ? പഴയ സുഹൃത്തുക്കളൊക്കെ പോയില്ലേ? അപ്പൊ എത്ര മാസം ചെയ്യണം? മിനിമം 3 മാസം. ഒരു ദിവസം പോലും മടങ്ങാം.